എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷക്കാലം, അതായത് ചിങ്ങം 2024 മുതൽ 75 വരെയുള്ള ഒരു വർഷക്കാലം എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലൊന്ന് നോക്കാവുന്നതാണ്. നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ചിങ്ങം 2024 മുതൽ അടുത്ത ചിങ്ങം 2025 വരെ ഒരു വർഷക്കാലത്തെ ഫലം എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Enlightenment, delight, achievement, personal transformation, drive, surrender. ഈ ഒരു വർഷക്കാലം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ളൊരു ഫലമാണെന്ന് പറയാം. അത് ദുഃഖം എന്നുള്ള രീതിയിൽ ഉദ്ദേശിക്കുന്നത് വലിയ ദുഃഖകരമായിട്ടുള്ള ഒരു സംഭവം എന്നുള്ളതല്ല. അതായത് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ, ചെറിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ, അതായത് തടസ്സങ്ങളൊക്കെ ചെറിയ രീതിയിൽ ഉണ്ടായേക്കാം. പക്ഷെ അതിനൊരു ചലഞ്ചസ് ഉണ്ടാകുക എന്ന് നമുക്ക് പറയാം. അപ്പൊ അതിനൊരു തടസ്സമായിട്ട് കണ്ട് ഇനി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതായത് നിരാശരാവുന്ന ഒരു രീതിയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇത് നിങ്ങൾക്ക് കൂടുതൽ ഫലത്തിൽ വരാം. കാരണം എന്ത് കൊച്ചു കാര്യത്തിനും പെട്ടെന്ന് അയ്യോ ഇനി ഇതെനിക്ക് പറ്റില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് പോയാൽ അതൊരു തടസ്സമായിട്ട് കാണാം. അല്ലാത്ത പക്ഷം അതൊരു ചലഞ്ചാണ്. ഇനി ഒരു പ്രശ്നം വന്നാൽ ആ ഒരു പ്രശ്നത്തെ എങ്ങനെ അതിജീവിക്കാമെന്ന് ചിന്തിക്കുക, അതിൽ വിഷമിക്കുകയല്ല വേണ്ടത്. എൻലൈറ്റ്മെന്റ് എനർജിയാണ്. അപ്പം ഈ ഒരു വർഷം ആദ്യം തന്നെ പറയാണ്, നിങ്ങൾ കുറച്ച് എല്ലാ കാര്യത്തിലും ഒരു മിതത്വം പാലിക്കുക. അതേപോലെ തന്നെ ഒരു പക്വതയോട് കൂടിയിട്ട് പെരുമാറുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നുണ്ടാവും. കുറച്ച് വികാരധീനരായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ കൊണ്ടുവന്നേക്കാം. അപ്പോൾ വികാരത്തിന് അടിമപ്പെട്ടിട്ട് ഒരു തീരുമാനത്തിലോ കാര്യത്തിലോ ചെന്നെത്താതിരിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം വരുന്ന സംഭവം നടക്കുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും വന്ന് ചോദിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഓക്കെ പറയാം, അല്ലെങ്കിൽ ദേഷ്യം വന്നിരിക്കുമ്പോൾ പറ്റില്ല എന്ന് പറയാം, ദേഷ്യപ്പെടുക, ഇങ്ങനെയൊക്കെ ചെയ്യാതിരിക്കുക. അത് പിന്നീട് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് വന്നേക്കാം. അതേസമയം തന്നെ കുറച്ച് ഇപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാണ്. ഇപ്പൊ ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്കൊരു ജോലി ലഭിക്കുന്നുണ്ട്, പുതിയ ജോലി ലഭിക്കുന്നുണ്ട്. അപ്പൊ പുതിയ ജോലിയിലേക്ക് പോകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചിലപ്പോൾ കുറെ ദൂര സ്ഥലത്തായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ സമയം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം കേൾക്കുമ്പോൾ ഇത് ഇച്ചിരി പണിയാണല്ലോ എന്ന് തോന്നിയേക്കാം. പക്ഷെ അതിനെ എങ്ങനെ അതിജീവിക്കാൻ പറ്റും, കേട്ട പാടെ അതൊരു നെഗറ്റീവായിട്ട് ചിന്തിക്കാതെ അതിനെ അതിജീവിക്കാനുള്ള വഴികളാണ് ആദ്യം നോക്കേണ്ടത്. ആ ഒരു രീതിയിലേക്ക് അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയാൽ ഈ ഒരു വർഷം വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു വർഷമാണ്. അതായത് ആദ്യം ചിന്തിക്കുക, നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടി, സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് നിങ്ങൾ സന്തോഷിക്കുന്നതിന് പകരം ജോലിയിൽ വരുന്ന കൊച്ചു കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, ചലഞ്ചസ്, അതിലുള്ള കാര്യത്തിൽ നോക്കിയിട്ട് ദുഃഖിക്കാൻ തുടങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ സന്തോഷ വാർത്തകൾ ലഭിക്കുന്ന സമയമാണ്. പുതിയ ജോലി, പ്രൊമോഷൻ സാധ്യതകളൊക്കെ കാണുന്ന ഒരു വർഷം. അതേപോലെ തന്നെ ഒത്തിരി ഇഷ്ടമുള്ള ഭക്ഷണം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട്. ഒത്തിരി പല കല്യാണങ്ങള്, ആഘോഷങ്ങള്. അപ്പോൾ മിക്കവാറും എല്ലാ ദിവസവും എന്നൊക്കെ പറയാം എന്ന രീതിയിൽ ആരുടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന വഴിയിലാണെങ്കിലും പരിചയമുള്ള ആരെങ്കിലും കാണുന്നു, അല്ലെങ്കിൽ പലയിടങ്ങളിലും നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് തീരെ പ്രതീക്ഷിക്കാതെ എവിടെന്നെങ്കിലുമൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കാം. പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കേണ്ടി വരാ, തിരക്ക് കാരണം ഉള്ള സിറ്റുവേഷനോ അങ്ങനെയൊക്കെ പുറത്തുനിന്ന് ഒത്തിരി കഴിക്കേണ്ടി വരുന്നൊക്കെ ഒരു സാഹചര്യം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെ പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ വൈകുന്നേരം തീർച്ചയായിട്ടും അതിനനുസരിച്ചിട്ടുള്ള നാടൻ ഭക്ഷണ രീതിയിലേക്ക് പോവുക, അല്ലെങ്കിൽ കഞ്ഞിയും പയറും, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഭക്ഷണം രാത്രിയിൽ കഴിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കഴിക്കുന്നതിനനുസരിച്ചിട്ട് ബാക്കിയുള്ള സമയത്തെ ഭക്ഷണം ഒന്ന് ബാലൻസ് ചെയ്ത് ഒരു സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുക. അല്ലാത്ത പക്ഷം വയറ് സംബന്ധിക്കുന്ന രോഗങ്ങളൊക്കെ നിങ്ങളെ ബാധിച്ചേക്കാം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും അത് നിങ്ങൾക്ക്. പിന്നെ പലരെയും സംബന്ധിച്ചിടത്തോളം അമിതമായിട്ട് മധുരം കഴിക്കുന്നത്, അമിതമായിട്ടുള്ള ശരീരഭാരം കൂടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. പിന്നെ അമിതമായിട്ട് ഈ
ഒത്തിരി മധുരം കഴിക്കാതിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെയുള്ള ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം. അമിതവണ്ണം പോലുള്ള കാര്യങ്ങളൊക്കെ. എക്സസൈസ് ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പൊ ഇരുന്നുണ്ണാന്ന് നമ്മൾ പറയും, അത് കേൾക്കാൻ നല്ല സുഖമാണ്. പക്ഷെ അത് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ എക്സസൈസ് ചെയ്തില്ല എങ്കിൽ എഴുന്നേൽക്കാൻ പിന്നെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അതായത് എക്സസൈസ് ചെയ്യാം, ഭക്ഷണം കഴിക്കുന്നതും അതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അതോടൊപ്പം എക്സസൈസ് കൂടി ചെയ്യാം. നെക്സ്റ്റ് അച്ചീവ്മെന്റ്സ് ആണ്. അപ്പോൾ പലരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി കാര്യങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് ലഭിക്കുക, പുറത്തു പോയിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ പുറത്തേക്കുള്ള വിസ റെഡിയാവുക, നിങ്ങൾ പുറത്തേക്ക് പോവുക, അവിടെ പഠിക്കാൻ തുടങ്ങുക. ഇതൊക്കെ ഈ ഒരു വർഷം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അതേപോലെ ജോലിയിലെ അച്ചീവ്മെന്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് ജോലിയിൽ പ്രൊമോഷൻ ഇത്യാദി കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്. അതോടൊപ്പം തന്നെ ചില അവാർഡുകളൊക്കെ ലഭിച്ചേക്കാം. അപ്പോൾ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദി ഇയർ അല്ലെങ്കിൽ ബെസ്റ്റ് കമ്പനി സംബന്ധമായിട്ടുള്ളതോ, എവിടെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നത്, ഇപ്പോൾ കമ്പനി എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ അക്കാഡമിക്സിലാണ്, ഇപ്പോൾ ടീച്ചറോ പ്രൊഫസർ അതുപോലെയുള്ള എന്തെങ്കിലും ആണെങ്കിൽ ആ രീതിയിൽ എവിടെയാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അതേപോലെ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബെസ്റ്റ് ബിസിനസ്മാൻ, ബിസിനസ് വുമൺ ഓഫ് ദി ഇയർ, അതേപോലെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് സമ്മാനങ്ങൾ, അവാർഡ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനുള്ളൊരു സാധ്യത ഈ ഒരു വർഷക്കാലം സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് കുടുംബത്തിൽ ആ ഒരു സാധ്യത കാണിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം, പ്രൊമോഷൻ ഇത്യാദി കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ പാർട്ട്ണർക്കും ഇതുപോലുള്ള കാര്യങ്ങളും ലഭിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പാർട്ട്ണർക്ക് നല്ലൊരു പുതിയ ജോലി, ഒത്തിരി നാളായിട്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്കാണെങ്കിൽ പുതിയൊരു ജോലി ലഭിക്കുന്നു. അതേപോലെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിട്ട് ഭാര്യ ഭർത്താക്കന്മാർക്ക് രണ്ടുപേർക്കും, കുടുംബത്തിൽ സ്പൗസിനും ഒക്കെ നല്ലൊരു ജോലി സംബന്ധമായിട്ട് പ്രൊമോഷനും ഒക്കെ ലഭിക്കാനുള്ള സാഹചര്യവും സൂചിപ്പിക്കുന്നുണ്ട്. പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ ഈ ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന വലിയൊരു മാറ്റം സംഭവിക്കുന്നത് കുടുംബത്തില്, ജോലിയില്, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ പൊതുവെ വലിയൊരു മാറ്റം സംഭവിക്കുന്ന ഒരു വർഷമാണ്. അപ്പം ഈ ഒരു വർഷത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിനനുസരിച്ചിട്ടാണ് മുന്നോട്ടേക്ക് വരുന്ന നിങ്ങളുടെ ജീവിതം. അപ്പൊ ഈ ഒരു സമയത്തുണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അതുമായിട്ട് ഇപ്പോൾ നിങ്ങളിപ്പോൾ ജോലി സംബന്ധമായിട്ടുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ കുടുംബ അന്തരീക്ഷത്തിൽ, ഇതൊക്കെ നിങ്ങൾ ഏത് രീതിയിൽ അതുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ എന്ത് തീരുമാനങ്ങളാണ് നിങ്ങൾ എടുക്കുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്കുള്ള ജീവിതം മാറ്റിമറിക്കാൻ ഉതകുന്ന തരത്തിൽ കാണിക്കുന്നുണ്ട്. ചില ആളുകൾ പുതിയ കാര്യങ്ങളൊക്കെ, അതായത് പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് തുടങ്ങുമ്പോൾ ഒരു പക്ഷെ അത് ഒന്നുമല്ലായിരിക്കും, വളരെ ചെറിയ രീതിയിലായിരിക്കും. അപ്പോൾ അത് പിന്നീട് വളർന്നു വലുതായി വലിയൊരു ലെവലിലേക്ക്, നല്ലൊരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളത് കാണിക്കുന്നത്. മൊത്തത്തിൽ നിങ്ങൾക്കൊരു ചേഞ്ചാണ് ഈ ഒരു സമയത്ത്. ഡ്രൈവാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കോൺഫിഡൻസ്, എല്ലാത്തിലും വളരെയധികം ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾക്ക് എനിക്കെല്ലാം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസം. പിന്നെ ഈ ഒരു പറഞ്ഞ പോലെ ഈ ഒരു വർഷത്തിൽ പല പല നേട്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാവരിലും ഒരു അഭിമാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും. ചുറ്റുമുള്ളവരൊക്കെ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുക, അതേപോലെ നിങ്ങളെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നല്ല നല്ല കാര്യങ്ങൾ പറയാം. ചില ആളുകളുടെ ഉള്ളിൽ ഇപ്പൊ നമ്മൾ പറയില്ലേ, ഡോണ്ട് ടേക്ക് സക്സസ് ടു യുവർ ഹെഡ്, നമ്മുടെ തലയിലേക്ക് നമ്മൾ അത് കയറ്റി വെക്കാതിരിക്കുക എന്നുള്ളത്. നമ്മളത് ചിന്തിച്ച് അനാവശ്യമായിട്ടൊരു അഹം എന്നുള്ളൊരു ഭാവത്തിലേക്ക് പോകാതിരിക്കുക. അപ്പൊ ഞാൻ എല്ലാമാണ്, എനിക്ക് മുകളിൽ ഒന്നുമില്ല എന്നുള്ളൊരു ലെവലിലേക്ക്, അല്ലെങ്കിൽ ഇതൊന്നും എനിക്കൊന്നും അല്ല എന്നുള്ള രീതിയിലേക്ക്, പലതരത്തിലുള്ള നെഗറ്റീവ് രീതിയിലേക്ക്, അഹം എന്നുള്ളൊരു ഭാവത്തിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു പേര് കേൾപ്പിക്കാതിരിക്കാൻ, ആ ഒരു ചിന്തയിലേക്ക് പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു എളിമയോട് കൂടിയിട്ട് തന്നെ പോകാനും ശ്രദ്ധിക്കുക. ആ ഒരു പ്രപഞ്ചശക്തിക്ക് കീഴടങ്ങി നിന്നുകൊണ്ട് ഏതൊരു സ്ഥാനത്തെത്തിയാലും, ഏതൊരു പൊസിഷനിലായാലും, നിങ്ങൾ ഹയർ പൊസിഷനിൽ നിങ്ങളായിരിക്കും ഇപ്പോൾ ഒരു കമ്പനി കൺട്രോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നിങ്ങളായിരിക്കും കൺട്രോൾ ചെയ്യുന്നത്. ഇതെന്തൊക്കെ തന്നെ ആയാലും ഈ ലോകം, ഈ പ്രപഞ്ചം കൺട്രോൾ ചെയ്യുന്നത് ആ ആദി പരാശക്തി, അല്ലെങ്കിൽ ആ ദൈവം എന്ന് നമ്മൾ, അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തി എന്ന് വിളിക്കുന്ന
ആ ഒരു എല്ലാത്തിനും മുകളിലുള്ള ഒരു ശക്തിയാണ്. അപ്പോൾ എന്തൊക്കെ സാഹചര്യത്തിലും എവിടെയാണെങ്കിലും ആ ഒരു ശക്തിക്ക് മുമ്പിൽ തലകുനിക്കുക. അത് നിങ്ങൾ ഏത് പേരിലാണ് വിളിക്കുന്നത്, മഹാദേവനായാലും കൃഷ്ണനായാലും ക്രിസ്തു ആയാലും അല്ലായാലും ഏത് ദൈവത്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൽ കുമ്പിട്ട് നിന്ന് മനസ്സ് അർപ്പിച്ചുകൊണ്ടിട്ട് ദൈവത്തിൽ ആ ഒരു പ്രപഞ്ച ശക്തിക്ക് വണങ്ങിക്കൊണ്ടിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ താഴെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ മുന്നോട്ടേക്കുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.